ഹായ് ഹലോ മുത്തുമണീസ്, ഈ തുള്ളിച്ചാടി കുതിച്ചു പാഞ്ഞു പോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ? എല്ലാവർക്കും പറഞ്ഞു തരാം. അതിനു മുന്നേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും വെരി വെരി സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനേ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെതാ ഞാനും എൻ്റെ കൂടെയുള്ള ഈ പാണ്ടിപ്പടകളും കൂടി ഈ നാട്ടിലെ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങി പ്രാർത്ഥനയിൽ മുഴുകി ഭക്തിസാന്ദ്രമാക്കാമെന്ന് കരുതി ഇന്നത്തെ ദിവസം. അങ്ങനെതാ ഞങ്ങൾ ഈ പരിസരത്തുള്ള അമ്പലങ്ങൾ മുഴുവനും എന്തായാലും ഇന്നത്തെ ദിവസം കൊണ്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. എന്നാൽ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ ചാർട്ടിലുള്ളത് ഈ അമ്പലങ്ങൾ മുഴുവനും ഇന്ന് കയറണം, തൊഴണം, പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോകുന്നത്. നടക്കുമോ എന്നറിയില്ല. അങ്ങനെ വരുന്ന വഴിക്ക് തുമ്പി ഒരു കടയിലോട്ട് ഞങ്ങൾ അങ്ങ് തട്ടി വിട്ടു. വേറെ ഒന്നുമല്ല, അമ്പലങ്ങളിലൊക്കെ കൊടുക്കാനായിട്ടുള്ള ചന്ദനത്തിരിയൊക്കെ മേടിക്കാനായിട്ട് അവളെ കടയിലോട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ നടന്നതാ. തുമ്പി ചന്ദനത്തിരിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ഞങ്ങൾക്ക് കയറാനുള്ള അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ പിറകെയാണ് പോകുന്നത്. അവരൊക്കെ മുന്നേ നടന്നു നീങ്ങി. ഇതൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇത് കുറച്ച് എല്ലാ അമ്പലങ്ങളും കുറച്ച് ലോങ് ആയിട്ടുള്ളതാണ്. അതായത് അത്ര അടുത്തല്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടുള്ളതാണ്. അപ്പം ഫ്രണ്ട് ഇതാണ് ആർച്ചൊക്കെ ഉള്ളത്. അപ്പം അമ്പലം എത്തി. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണിത്. അങ്ങനെ അവിടെ ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടെ അമ്പലത്തിൽ ടറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് അമ്പലത്തിലോട്ട് നടന്ന് നീങ്ങുകയാണ്. ആ നെക്സ്റ്റ് അമ്പലത്തിൻ്റെ കുളമാണിത്, അമ്പലക്കുളമാണിത്. ഇത് റോഡ് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്, വലിയ കുളമാണ്. അപ്പം ഇവിടുന്ന് കുറച്ചുകൂടി നടക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കാനുണ്ട്. അങ്ങനെ അമ്പലം എത്തി. ഇതാണ് അമ്പലത്തിൻ്റെ ആർച്ച്. കിഴക്കനയില മാടൻകാവ് ശ്രീ മഹാദേവ ക്ഷേത്രം. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആർച്ചിൽ, അതായത് നമ്മൾ കയറുന്ന ആ ഭാഗത്തായിട്ട് ശിവൻ്റെ ഒരു ഫേസ് ഇരിപ്പുണ്ട്. അവിടുന്ന് തൊഴുതിറങ്ങിയിട്ട് നേരെ ഞങ്ങളിത് അടുത്തൊരു ദേവീക്ഷേത്രത്തിലോട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് തോട്ടത്തിൽ ദേവീക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അവിടെയും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ്. നേരം ഇരുട്ടോന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ഇറങ്ങി ഞങ്ങൾ ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോകുന്നത്. എൻ്റെ കൂടെയുള്ള ഗ്യാങ്ങുകളൊക്കെ പോകുന്നത്. കാട്ടിൻ്റെ കൂടിയൊക്കെ വിളിച്ചിട്ട് പോയിട്ട് ഇതിലെ വഴിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഇനി വഴിയെ അറിയാം. ഞങ്ങൾ ഇതുവഴിയുള്ള ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ശരിക്കുള്ള വഴി ഇതല്ല, ശരിക്കുള്ള വഴി വേറെയാണ്. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ വന്ന അമ്പലത്തിൽ നിന്ന് ഷോർട്ട് കട്ടായിട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇപ്പോൾ സമയം താമസിച്ചതുകൊണ്ട്
ഞങ്ങൾ ഈ ഷോർട്ട് കട്ട് വഴിയെ പോകാമെന്ന് കരുതി. ആ അമ്പലത്തിൽ തന്നെ ചെന്ന് എത്തിച്ചേരുമെന്നുള്ളത് കൂട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന ആളിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഏതൊക്കെയോ വഴികളിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. തുമ്പി സൂക്ഷിച്ച്. അടുത്ത് തുമ്പിയിലൂടെ സൂക്ഷിച്ചെന്ന് പറഞ്ഞ് ഞാനും അതിൽ തന്നെ ചവിട്ടി. ഞാൻ മാത്രമേ കണ്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അടുത്ത അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ അമ്പലം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അന്നദാനം കഴിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടേക്ക് എടുത്തതാണ്. അപ്പം മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പം അവിടെ ഞങ്ങൾ എത്തി. അവിടെ ദീപാരാധനയുടെ സമയമാണ്. ഞങ്ങൾ ഓടി കയറി തൊഴുവാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് വേറെ ക്ഷേത്രത്തിലും പോകാനുണ്ട്. അപ്പം അവിടങ്ങളിലെല്ലാം അടയ്ക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ഞങ്ങൾ പെട്ടെന്നാണ് എല്ലാ സ്ഥലങ്ങളിലും തൊഴുതിറങ്ങിയത്. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ ചാർട്ടിലുള്ളതുപോലെ ഈ നാട്ടിലുള്ള സകലമായ അമ്പലങ്ങളിലും കയറി തൊഴുതിറങ്ങണമെന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാനിങ്. അത് നടക്കുമോ എന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെയും തൊഴുതിറങ്ങി ടാറ്റ ബൈ ബൈ പറഞ്ഞ് മുമ്പോട്ട് നടക്കുവാണ്. എൻ്റെ കൂടെയുള്ള പാണ്ടിപ്പട സംഘങ്ങളൊക്കെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഞാൻ അവരുടെ പിന്നാലെ നടക്കുവാണ്. ഇപ്പം തന്നെ ഒരുവിധം നല്ലതുപോലെ സന്ധ്യ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് അമ്പലത്തിൽ പോവുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും ഇരുട്ടുമോ എന്നറിയില്ല. ഞങ്ങൾ അവിടെ എത്തി. മുത്തുമണീസ് മലമുകളിലെ അമ്പലം, അതായത് പാറയുടെ മുകളിലെ ക്ഷേത്രം ശിവക്ഷേത്രമാണ്. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെയും തൊഴുതിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വിടുന്നതായിരിക്കും. അപ്പം അവിടെയും ഏതാണ്ടൊക്കെ അടയ്ക്കാറായി. അപ്പം ഞങ്ങൾ ഓടി കയറുവാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. താഴോട്ടൊക്കെ നോക്കാനായിട്ട് ഫുൾ ഇരുട്ടാണ്. ഇവിടെ വന്നാണ് ഞാൻ വിഷുവിന് റീൽസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ഇങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിട്ട് ഞാൻ വെളിയിലൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അവിടത്തെ പോറ്റി വന്ന് പറഞ്ഞ് പായസമുണ്ട്, അത് വാങ്ങിയിട്ട് പോകണമെന്ന്. ഇനി പായസത്തിന് വേണ്ടിയിട്ടുള്ള അടിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മന്ദം വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ക്ഷേത്രത്തിന് തൊഴുതിറങ്ങി ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഫുൾ ഇരുട്ടായിട്ടുണ്ട് മുത്തുമണീസ്. ഇനി എങ്ങനെ പോകുമെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ റോഡിൽ കയറി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കയറി അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമാണ് കേട്ടോ ഇത്. മധുരമുള്ള പായസവും മധുരമില്ലാത്ത പായസവും. പക്ഷെ രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു. പൊളി പായസമായിരുന്നു. അങ്ങനെ മുത്തുമണീസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതാ വീട്ടിൽ വന്ന് കയറി ആകെ ക്ഷീണിച്ച് ടയേർഡായിട്ടിരിക്കുകയാണ് മുത്തുമണീസ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ മുത്തുമണികളും സബ്സ്ക്രൈബ് തട്ടി വിട്ടോളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ മുത്തുമണീസ്.